എല്ലാവർക്കും നമസ്കാരം. റൈഡ് ബി എൻ ബിയിലേക്ക് സ്വാഗതം. റൈഡ് ബി എൻ ബിയിൽ ടോക്കൺ പോക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക. സെർച്ച് ബട്ടണിൽ നമ്മൾ ടോക്കൺ പോക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓൾറെഡി ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ അലോ കൊടുക്കുക. അതിനുശേഷം രണ്ട് ഓപ്ഷൻസ് വരും. ഐ ഹാവ് ആൻ അക്കൗണ്ട്, നോ അക്കൗണ്ട്. അതിൽ നമ്മൾ അക്കൗണ്ട് ഇല്ലാത്തതിനാൽ നമ്മൾ നോ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പം റൈഡ് ബി എൻ ബി OPBNB എന്ന നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ OPBNB എന്ന നെറ്റ്വർക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ OPBNB നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഒന്നുകിൽ സെർച്ച് ബാറിൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ OPBNB സെലക്ട് ചെയ്യുക. OPBNB സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് വാലറ്റ് ഇങ്ങനൊരു വിൻഡോ വരും. അപ്പോൾ ക്രിയേറ്റ് വാലറ്റ് നമ്മളതിൽ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് വാലറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം BNB എന്നുള്ള ഭാഗത്ത് നമ്മൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജാസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പേഴ്സ് വേണം, സിമ്പിൾസ് വേണം. അപ്പം ഞാനിവിടെ ആ രീതിയിൽ ടൈപ്പ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റർ J, ജാസ് 1 2 3 4, ഒരു സിമ്പിൾ @ അപ്പോൾ റിപ്പീറ്റ് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് പാസ്വേഡ് നമ്മൾ നേരത്തെ അടിച്ച അതേ പാസ്വേഡ് തന്നെ വീണ്ടും താഴെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ J, സ്മോൾ a, SS 1 2 3 4 @ അതിനുശേഷം റീഡ് ആൻഡ് എഗ്രി വിത്ത് യൂസർ എഗ്രിമെൻ്റ് ആ കോളം ടിക്ക് ചെയ്യുക. ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ അണ്ടർസ്റ്റുഡ് കൊടുക്കുക നമ്മൾ. അതിനുശേഷം ഈ 3 ഓപ്ഷൻസും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് ന്യൂമോണിക് എന്ന് പറഞ്ഞിട്ട് വരും. അത് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫേസ് ആ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള 12 വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ആ 12 വേർഡ്സ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ 12 വേർഡ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വാലറ്റ് നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാലറ്റ് ഒരിക്കലും തിരിച്ച് എടുക്കാൻ കഴിയത്തില്ല. ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അതിനുശേഷം കംപ്ലീറ്റ് ബാക്കപ്പ് വെരിഫൈ ഇറ്റ് നൗ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ വേർഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതാണ് എഴുതി വയ്ക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് അതിൽ 1 കിടക്കുന്നത് എൽഡറാണ്. അപ്പോൾ നമ്മൾ 1 പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ ഓരോ ഓപ്ഷനായിട്ട് വരും. ആ എൽഡർ സെലക്ട് ചെയ്യുക. 2 ബാരൽ. അടുത്ത 3 എന്ന് പറയുന്നത് ഫ്രോസ്റ്റ്. 4 സർഡിൽ. 5 ലേറ്റർ. 6 അഫെയർ. 7 സോഴ്സ്. 8 യൂഷ്വൽ. 9 ഒബ്റ്റെയിൻ. 10 അൺയൂഷ്വൽ. 10 അൺയൂഷ്വൽ. 11 ഓൾഡ്. 12 ഓറിയൻ്റ്. നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ നമ്മളിവിടെ ജാസ് എന്നൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ജാസ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇനി അതിനകത്ത് നമുക്ക് നമ്മുടെ വാലറ്റ് കാണുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഏറ്റവും മുകളിലത്തെ ആ 3 വര, ലെഫ്റ്റ് സൈഡിലെ 3 വര നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനോടൊപ്പം ഈ വാലറ്റിൻ്റെ
ID നമ്മളെങ്ങനെ കോപ്പി ചെയ്യും എന്നുള്ളതും കൂടി കാണിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ നോക്കുമ്പോൾ കാണാൻ പറ്റും ജാസിൻ്റെ അടുത്ത് തന്നെ, ഈ ബ്ലൂവിൽ ജാസിൻ്റെ അടുത്ത് തന്നെ കോപ്പിയുടെ ഒരു സിമ്പൽ, 2 സ്ക്വയർ ഒരു സിമ്പൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെ കോപ്പിയുടെ എന്ന് കാണിക്കുന്നുണ്ടോ, നമ്മുടെ വാലറ്റ് ID കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് BNB ഉള്ള ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വാലറ്റ് IDയിലോട്ട് നമുക്ക് BNB അയച്ചു തരുന്നതാണ്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇവിടെ കാണിക്കാം.